നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡാണ്. നമ്മൾ യാത്ര പോവാണ്. നമ്മൾ പോണത് ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര പോണത്. എനിക്കറിയായിരിക്കും തൃശ്ശൂർ ഇപ്പോൾ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ബസ് സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിൽ യാത്ര പോയിട്ട് എങ്ങനെയുണ്ടെന്ന് യാത്ര നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് ബസ്സിൻ്റെ അകത്ത് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് താഴത്തെ ഡക്ക്. നമുക്കിന് മുകളിലേക്ക് പോവാം. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതാണ് മുകളിലത്തെ ഡക്ക്. എല്ലാവരും ഇവിടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. കാരണം ഇവിടെ എന്താ നമുക്ക് യാത്ര ശരിക്കും ആസ്വദിക്കാൻ പറ്റുമോ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കുറച്ച് കൂടുതലാണ്. ഇവിടെ 200 രൂപ ആണ് ടിക്കറ്റ് വരുന്നത്. താഴത്തെ 100 രൂപയുള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ എന്താണ് യാത്ര ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബസ് യാത്ര തിരിച്ചു. അപ്പോൾ നമ്മുടെ ബസ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ശോഭ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സർക്കസ് ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് ഇനി റൗണ്ടൊക്കെയാണ് പോണത്. റൗണ്ടിലേക്ക് യാത്ര ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. മാർച്ച് 6-ാം തീയതിയാണ് ഈ ബസ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ ബസ്സിന് 3 ട്രിപ്പാണുള്ളത് ദിവസം. കാലത്ത് 8 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് സൂ വരെ, പുത്തൂർ സൂ വരെ ഒരു ട്രിപ്പ്, അത് പോയിട്ട് തിരിച്ചു വരും. പിന്നെ വൈകുന്നേരം 3 മണിക്ക് വീണ്ടും തൃശ്ശൂരിൽ നിന്ന് സൂ വരെ പോയിട്ട് തിരിച്ചു വരും. പിന്നെ ഉള്ളത് 5:30ക്കാണ്. 5:30 നമ്മുടെ ഈ ട്രിപ്പ് തൃശ്ശൂരിൽ നിന്ന് ശോഭ കറങ്ങി തിരിച്ചു വരും. അങ്ങനെ 3 ട്രിപ്പാണ് നമുക്കിപ്പോൾ ഈ ബസ്സിനുള്ളത്. ചാർജ് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് സൂ വരെ ലോവർ ഡെക്കിന് 150 രൂപയും അപ്പർ ഡെക്ക് 250 രൂപയാണ് വരുന്നത്. ശോഭ ആകുമ്പോൾ ലോവർ ഡെക്ക് 100 രൂപയും അപ്പർ ഡെക്ക് 200 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമുക്ക് ടിക്കറ്റ് KSRTC സൈറ്റിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പോകേണ്ടി വരും. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ബസ് തൃശ്ശൂർ റൗണ്ടിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് പത്തനംതിട്ട ഹോട്ടൽ കാണാം. പിന്നെ രാഗം തിയേറ്റർ നമുക്ക് കാണാം. പിന്നെ തൃശ്ശൂർ റൗണ്ട് നമ്മളങ്ങനെ കാണുന്നത് ഭയങ്കര മനോഹരമാണ്. കാരണം നമ്മൾ സാധാരണ കാണുന്നതിനും ഒരു ഇരട്ടി ഭംഗി നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നും. അതെല്ലാവരും ഈ യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം അത്രയും നല്ല യാത്രയാണ്. കാരണം നമുക്ക് നിങ്ങൾ ക്യാമറ കാണുമ്പോൾ അത്ര നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ നിങ്ങൾ നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. കാരണം അത്രയും നല്ല ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്യണത്.
പക്ഷെ ഞാൻ അത്ര വിചാരിച്ചില്ല. നമ്മൾ കയറും നമ്മളിപ്പോൾ ഇങ്ങനെ കയറാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. പക്ഷേ നമ്മളിപ്പോൾ വന്നപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഈ യാത്ര എത്ര നല്ലൊരു യാത്ര ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. പിന്നെ തൃശ്ശൂർ ഇങ്ങനെ ബസ് കൊണ്ടുവന്ന കേരള ഗവൺമെൻറ്റിനും KSRTCക്കും എൻ്റെ ഒരു അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. അപ്പോൾ പിന്നെ ഇതുപോലെ ബസ്സുകൾ ഇനി വരട്ടെ. നമ്മൾ കൂടുതൽ ടൂറിസ്റ്റ് സ്ഥലമായിട്ടുള്ള കണക്ട് ചെയ്തിട്ട് ഇനി ബസ് വരുമ്പോൾ നമ്മളത് ടൂറിസത്തിന് കൂടുതൽ ഡെവലപ്മെൻറ്റിന് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നണത്. അപ്പം നമ്മുടെ ബസ് പടിഞ്ഞാറ് കോട്ട കഴിഞ്ഞ് ശോഭ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് അടിപൊളി സൺസെറ്റ് കാണാൻ സാധിക്കും. അത് മുമ്പത്തെ ട്രിപ്പിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ബാക്കി നമുക്ക് യാത്രയിൽ ഉണ്ടായി. അപ്പോൾ നമ്മൾ ശോഭ എത്തറായി കേട്ടോ, ബോർഡ് കാണാം. നമ്മളിപ്പോൾ ശോഭയിലേക്ക് എത്തറായി. അപ്പോൾ നമ്മൾ ശോഭയിലത്തെ കാഴ്ചയാണ് നമ്മുടെ ഏറ്റവും മനോഹരം, ഏറ്റവും സൂപ്പറാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ശോഭയിലത്തെ കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം നമുക്ക് ബസ്സിൽ നിന്നുള്ള കാഴ്ച നമ്മുടെ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇത് കാണുക. അങ്ങനെ നമ്മുടെ വണ്ടി ശോഭ സെറ്റ് എത്തിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി കാഴ്ചയാണ്. നമുക്ക് കല്യാണിൻ്റെ വീട് കാണാൻ പറ്റും. പിന്നെ ആലക്കാസിൻ്റെ വീടിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. പോകണ വഴിക്കുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഷോപ്പ് വ്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി വ്യൂസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കാഴ്ച കാണണം. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർ എന്തായാലും ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ഈ കാഴ്ചകളൊക്കെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ യാത്രയോടെ അവസാനിക്കാൻ പോവാണ്. കാരണം നമ്മൾ വണ്ടി തിരിച്ച് സ്റ്റാൻഡിൽ, ബസ് തിരിച്ച് സ്റ്റാൻഡിൽ പോകും. പക്ഷേ നമുക്കിവിടെ ഇറങ്ങണം. കാരണം നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ബസ്സിൽ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.